യൂത്ത് കോൺഗ്രസും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസും UDF ഒക്കെ പ്രതിഷേധത്തിലാണ്. അതിര് കടക്കുകയാണോ? എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാനൊരു ദൃശ്യം കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. എന്താ ഉറക്കം വരുന്നു? നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി? നിന്നെ ആർക്ക് വേണം? അയ്യോ, ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് കണ്ടില്ലല്ലോ. അല്ല, ഇത്ര നേരം നമ്മളിവിടെ നിന്നിട്ട് ഇത് കണ്ടില്ലല്ലോ. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവര് നോക്കിയോളൂ. ഇവിടെ KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചും അസഭ്യം പറഞ്ഞു ചാടി അടുക്കുന്നത് ആരാണ് എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. സത്യത്തിൽ ഈ ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനാണ് ഇന്നത്തെ അഭിനയ മികവിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരമോ പ്രത്യേക ജൂറി പരാമർശമോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നൽകണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വീണ ജോർജ് പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ വിദ്യാർത്ഥി വീണ കുര്യാക്കോസിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിലേക്ക് എത്തിയപ്പോഴും ആ അഭിനയ മികവിന് ഒട്ടും മോശം സംഭവിച്ചിട്ടില്ല. അഭിനയ മികവിന് ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാനായി സാധിച്ചത്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്, കുത്തും ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ആരോഗ്യമന്ത്രി എന്ന അഭിനയ മന്ത്രിയുടെ ഈ അഭിനയ മികവിന് എവിടെയാണ് കോട്ടം സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധം അലയടിക്കുകയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? 40 പോലീസുകാരെ തള്ളി മാറ്റി ഈ 4 KSU പ്രവർത്തകർ വീണ ജോർജിനെ പരിക്കേൽപ്പിക്കാൻ ഏതാണ്ട് അമാനുഷികരൊന്നുമല്ല. അവിടെ മറ്റ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആരും ഇത്തരത്തിലുള്ള ദൃശ്യം കണ്ടില്ല. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. KSU പ്രവർത്തകർ എങ്ങനെയാണ് 40ഓളം പോലീസുകാരെ മറികടന്ന് പരിക്കേൽപ്പിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആരോഗ്യമന്ത്രി അവർ KSU പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞും ആക്രോശിച്ചും രംഗത്ത് വരുന്ന ദൃശ്യം ഞാൻ കാണിച്ചതാണ്. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ? എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ.